നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഒരു പാലത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാം. കുപ്പം പാലത്തിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ കാണുന്നത് കുപ്പം പാലവും അതിൻ്റെ തൊട്ടടുത്ത് പുതിയ 6 വരി പാതയുടെ പ്രവൃത്തിയും നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 70 വർഷത്തിലധികം പഴക്കമുള്ള ഈ പാലം, അതിമനോഹരമായ ആർച്ചുകളോടുകൂടെ നിർമ്മിക്കപ്പെട്ട ഈ പാലം നമ്മൾ ഇന്ന് കാണുന്ന പയ്യന്നൂർ മുതൽ മംഗലാപുരം വരെ തളിപ്പറമ്പ് പട്ടണത്തെ ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ ഒരു പാലം. വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ചങ്ങാടവും കടത്തുതോണിയിൽ നിന്നും വാഹനങ്ങൾക്ക് ഒരു മോചനം ഒരു പാലത്തിലൂടെയുള്ള അതിമനോഹരമായ യാത്ര സമ്മാനിച്ചത്. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇതുപോലുള്ള പാലങ്ങൾ ഒത്തിരി ഉണ്ടാവുമെങ്കിലും തളിപ്പറമ്പുകാർക്ക് കുപ്പം പാലം അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് പുഴയെ വീക്ഷിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു, പണ്ടൊക്കെ ചെറുപ്പക്കാർ ആ ആർച്ചിൻ്റെ മുകളിൽ കയറി പുഴയിലേക്കൊക്കെ തുള്ളുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നും നമ്മൾ കാണുന്നില്ല. ഇനി പുതിയ 6 വരി പാത, അതിൻ്റെ പാലവും വരുമ്പോൾ ഈ പൗരാണികമായ ഈ പാലം വഴിമാറി കൊടുക്കുമോ, അവിടെ പുതിയ പാലം വരുമോ എന്ന് നാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും മനോഹരമായ ഒരു പാലം നമുക്കിനി നിർമ്മിക്കാൻ കഴിയുമോ എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴുള്ള പാലങ്ങളൊക്കെ 20-30 വർഷങ്ങൾ കഴിയുമ്പോൾ പൊളിഞ്ഞ് ചോർന്നൊലിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതിനൊരു മാറ്റം വരും തലമുറക്ക് സമ്മാനിക്കാൻ, വരുന്ന തലമുറക്ക് പറയാൻ, ഈ പാലത്തിന് 100 വർഷം പഴക്കമുണ്ട് എന്നൊക്കെ പറയാനുള്ള രീതിയിലുള്ള ഒരു പാലം നമുക്കിവിടെ വീണ്ടും പണിയാനാകുമോ? ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി ഇവിടെ അവശേഷിക്കുകയാണ്. വരും തലമുറക്ക് ഓർക്കാൻ ഇതൊക്കെ നിലനിർത്തേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇതൊക്കെ ചരിത്ര സ്മാരകങ്ങളാണ്.